കരയുന്നില്ല കരയത്തില്ല ഇല്ലില്ല ഇല്ലില്ല നാളെ കാണാം. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദില നൂറ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട്. ഒപ്പം തന്നെ രേണു സുധിയും. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇതിലെ ആദില പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആദില സംസാരിക്കുന്നത് രേണു സുധിയെക്കുറിച്ചാണ്. രേണു സുധി വീട്ടിൽ ഡാൻസ് കളിച്ചതും കൈകൊട്ടി കളിച്ചതുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആദില വീഡിയോ ഇട്ടിരിക്കുന്നത്. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആദില നൂറ ഒപ്പം തന്നെ രേണു സുധിയും ബിഗ് ബോസ് ഹൗസിലുണ്ട്. പക്ഷേ ഇവരുടെ ഈ പുറത്ത് ഇവർ ചെയ്ത സ്മാർട്ട് കളികളൊന്നും തന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിക്കുന്നില്ല. ആദിലയും നൂറയും ആണെങ്കിലും ഒരു മിണ്ടാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതേപോലെ തന്നെ രേണുസുധിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, പുറത്തിങ്ങനെ ചിമിട്ട് പോലെ നിന്നിരുന്ന രേണുസുധി ബിഗ് ബോസ് ഹൗസിൽ മൊത്തത്തിൽ ഷോക്കാണ്. എനിക്ക് ക്രീം ബിസ്ക്കറ്റ് കിട്ടുമായിരുന്നു, വീട്ടിൽ നിന്നിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഷോക്കാണ്. ഗെയിമെന്ന് പറയുന്നതേ അതിൻ്റെ ഉള്ളിൽ രേണുസുധിക്കില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് പറയാനും തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണ എൻ്റെ ആരോഗ്യം ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒരാഴ്ച പോലും അതിനുള്ളിൽ നിൽക്കാൻ രേണുസുധിക്ക് താല്പര്യമില്ല. ഞാൻ 10 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് 11 മണിക്ക് അവിടെ ഉണ്ട്. രേണുസുധി ബിഗ് ബോസ് ഹൗസിനുള്ള ഇടപെടലും ഒരു 3G ആയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവർക്കും പെയ്ഡ് പ്രൊമോഷൻസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പെയ്ഡ് പ്രൊമോഷൻ്റെ PR-ൻ്റെ ഒരു മാരക വേർഷനാണ് നമ്മൾ രേണുസുധിയിലൂടെ കണ്ടത്. ലാലേട്ടൻ അത് എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. അതിനൊക്കെ ശേഷമായിരിക്കാം ഒരു പക്ഷേ വളരെയധികം രേണു എനർജി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇത്ര ശക്തമായിട്ടൊക്കെ പ്രതികരിച്ച ആദില ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് കാണിക്കുന്നതെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ആദില നൂറയെക്കുറിച്ച് അധികമൊന്നും ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടും എല്ലാവരെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരെ ശാന്തരാണ്. എന്തായാലും അതിനുള്ളിൽ കയറി നെഗറ്റീവ് ഒന്നും മേടിക്കേണ്ട എന്നൊരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനാണ് രേണു കരഞ്ഞ് കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ. ഭർത്താവിൻ്റെ 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേര എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു. കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ലേ പറയുന്നത്. ദാറ്റ്സ് നോട്ട് ദ വേ പീപ്പിൾ ഷുഡ് ബി. അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ്? ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷയാണോ? എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്. ഇത് എന്ത് ഡ്രാമയോ? അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കില്ലക്ക. എനിക്കറിയാം. ഞാൻ കണ്ടപ്പോൾ തന്നെ അല്ല ഇവിടെ ആരപ്പോൾ കെട്ടിയോൻ സുധിയാണോ പ്രതീക്ഷയാണോ?